Welcome to BSc Main Physics, Semester 1, Paper 1, Mechanics and Properties of Matter. Today's topic is excess of pressure on a curved liquid surface, Surface Tension chapter. Paper 1, Mechanics and Properties of Matter, Semester 1, BSc Main Physics, Surface Tension. Excess of pressure on a curved liquid surface. You look here, when we take a liquid surface, we can see that at one side there will be higher pressure. If a concave or a convex surface, liquid surface is taken, we can see that on the concave side there is higher pressure, and at the convex side the pressure is lower. So at one side there is excess pressure, and expression for this excess pressure we are going to find. And for that you see a diagram. നമ്മൾ പറയുന്നത് ഒരു ലിക്വിഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ ആ ലിക്വിഡ് സർഫസിൻ്റെ ഒരു സൈഡിൽ അല്പം അധിക പ്രഷർ ഉണ്ടാകും. ഇപ്പോൾ ഒരു സോപ്പ് സൊല്യൂഷൻ്റെ ബബിൾ എടുക്കുകയാണ്. ആ ബബിളിനകത്ത് പ്രഷർ കൂടുതലാണ്, ബബിളിന് പുറത്തേക്കാൾ അകത്ത് അല്പം പ്രഷർ കൂടുതലാണ്. അപ്പോൾ എത്രമാത്രം അകത്ത് പ്രഷർ കൂടുതലുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എക്സോ പ്രഷർ. ഒരു ബബിളാണെങ്കിൽ അതിനകത്തുള്ള എക്സോ പ്രഷർ കണ്ടിരിക്കുന്നത് 40/R ആണ്. 40/R, ടി എന്ന് പറഞ്ഞാൽ ST ആണ്, R അതിൻ്റെ റേഡിയസ് ആണെങ്കിൽ ഒരു ബബിളിനകത്ത് അധിക പ്രഷർ പുറത്തതിനെ അപേക്ഷിച്ച് അധിക പ്രഷർ വരുന്നത് 40/R ആണ്. ഒരു ഡ്രോപ്പ് ആണെങ്കിൽ ഇൻസൈഡ് എക്സോ പ്രഷർ 2T/R ആണ്. ഓർക്കുക, ഒരു സ്പിരിക്കൽ ഡ്രോപ്പ്, ഒരു സ്പിരിക്കൽ ബബിൾ. ഒരു സ്പിരിക്കൽ ഡ്രോപ്പ് ആണെങ്കിൽ ഇൻസൈഡ് പ്രഷർ പുറത്തതിനേക്കാൾ കൂടുതലാണ്, എക്സോ പ്രഷർ ഉണ്ട്. ഈ എക്സോ പ്രഷറിൻ്റെ ഇക്വേഷൻ P = 2T/R ആണ്. സ്പിരിക്കൽ ബബിൾ ആണെങ്കിൽ ഈ P എന്ന് പറയുന്നത് 40/R ആണ്. അപ്പോൾ അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ആ ജനറൽ ഇക്വേഷൻ നമുക്ക് പറയാൻ പോവുകയാണ്. അപ്പോൾ ജനറൽ ഇക്വേഷൻ പറയുമ്പോൾ നമ്മളൊരു ലിക്വിഡ് സർഫസാണ് എടുക്കുന്നത്. ആ സർഫസിൻ്റെ കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലാണ്. ഒരു ലിക്വിഡ് സർഫസ് എടുത്താൽ, ഒരു കർവ്ഡ് ലിക്വിഡ് സർഫസ് എടുത്താൽ, ഫിലിം എടുത്താൽ അതിൻ്റെ കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലാണ്. അതിന് ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. അത് എന്താണെന്ന് പറയുകയാണ്. അതിന് ഈ പടം കൊണ്ട് നോക്കണം. ചിത്രം നോക്കുക. ABCD ആണ് ലിക്വിഡ് സർഫസ്. ABCD നമ്മൾ വരച്ചിരിക്കുന്ന ഫുൾ ലൈൻ ABC ലിക്വിഡ് സർഫസ്. അതിൻ്റെ AB സൈഡിൻ്റെ സെൻട്രൽ കർവേച്ചർ ആണ് O1. അതേപോലെ തന്നെ BC സൈഡിൻ്റെ സെൻട്രൽ കർവേച്ചർ ആണ് O2. അപ്പോൾ രണ്ടിനും വ്യത്യസ്തമായ റേഡിയസ് കർവേച്ചർ എന്ന് വിചാരിക്കും, R1 R2. ഒരു സ്പിരിക്കൽ സർഫസ് ആണെങ്കിൽ R1 R2 തുല്യമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു കർവ്ഡ് ലിക്വിഡ് സർഫസ് എടുക്കുകയാണ്. BC രണ്ട് അഡ്ജസൻറ്റ് സൈഡാണ്. ABCD ആണ് ലിക്വിഡ് സർഫസ്. ആ AB സൈഡിൻ്റെ സെൻട്രൽ കർവേച്ചർ O1ഉം റേഡിയസ് കർവേച്ചർ R1 ആണ്. BC സൈഡിൻ്റെ സെൻട്രൽ കർവേച്ചർ O2ഉം റേഡിയസ് R2 ആണ്. ഈ സർഫസ് സ്പിരിക്കൽ ആയിരുന്നെങ്കിൽ R1 R2 തുല്യമായിരിക്കും. അപ്പോൾ അത് ഈ എക്സോ പ്രഷർ മൂലം, അല്ലെങ്കിൽ അതിന് തുല്യമായൊരു പ്രഷർ മൂലം ആ ഫിലിം അങ്ങോട്ട് തള്ളിയാൽ ഇക്വിലിബ്രിയത്തിൽ അത് A1 B1 C1 D1ലേക്ക് പോകാം. ഒരു പ്രത്യേക ദൂരം ചലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് എക്സോ പ്രഷർ മൂലം ആ ഫിലിം അങ്ങോട്ട് തള്ളിയാൽ, ഒരു ചെറിയ ദൂരം അങ്ങോട്ട് മാറിയാൽ പുതിയ പൊസിഷൻ A1 B1 C1 D1 അസ്യൂം ചെയ്യും. അപ്പോൾ ഏരിയ കൂടും. അപ്പോൾ ഏരിയ കൂടുന്നത് ഇൻക്രീസിൻ ഏരിയ വെച്ചിട്ട് നമുക്ക് എക്സോ പ്രഷർ കണ്ടുപിടിക്കാവുന്നതാണ്. സോ യു ലുക്ക്, ദി എക്സോ പ്രഷർ ഓൺ ദി കോൺകേവ് സൈഡ് ഓഫ് എ ലിക്വിഡ് സർഫസ് ഇസ് ഗിവൺ ബൈ ദ റിലേഷൻ P = T × 1/R + 1/R2. ഒരു ലിക്വിഡ് ഫിലിമിൻ്റെ, ലിക്വിഡ് സർഫസിൻ്റെ കോൺകേവ് സൈഡിലുള്ള എക്സോ പ്രഷറിൻ്റെ ഇക്വേഷൻ P = T × 1/R1 + 1/R2 എന്നതാണ്. TST ആണ്. ടിക്ക് വരെ സിഗ്മ എന്നോ S എന്നോ കൊടുക്കാവുന്നതാണ്. P is T × 1/R1 + 1/R2, where R1 and R2 are the radii of curvature. Radii of curvature of the two adjacent sides of the surface at ST. അപ്പോൾ ആ കോൺകേവ് സൈഡിലുള്ള എക്സോ പ്രഷർ ഇക്വേഷനാണ് P = T × 1/R1 + 1/R2 എന്ന് ഓർക്കുക. സിമ്പിൾ മനസ്സിലായല്ലോ. P എക്സോ പ്രഷറാണ്,
ടി ആണ് ലിക്വിഡിൻ്റെ R1 R2 റേഡിയായി ഓഫ് കർവേച്ചർ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫിലിമിനെ പുറകോട്ട് തള്ളുന്നതാണ് വിചാരിക്കണം. കൺസിഡർ എ ലിക്വിഡ് സർഫസ് എ ബി സി ഡി വിച്ച് ഈസ് കോൺവെക്സ് ഓൺ ദി അപ്പർ സൈഡ്. അപ്പം അത് പുറത്ത് കോൺവെക്സ്, അപ്പർ സൈഡിൽ കോൺവെക്സ്, ലോവർ സൈഡിൽ കോൺകേവ് സൈഡിലാണ് എക്സോ പ്രഷർ ഉള്ളത്. ലെറ്റ് ഓൺ ബി ദി സെൻട്രൽ കർവേച്ചർ ഓഫ് എ ബി ആൻഡ് ഔട്ട് ടു ദാറ്റ് ഓഫ് ബി സി. ലെറ്റ് R1 and R2 be the respective radii of curvature. എല്ലാം ഇവിഡൻ്റ് ആണല്ലോ. ലെറ്റ് പി ബി ദി എക്സോ പ്രഷർ ഓൺ ദി കോൺകേവ് സൈഡ്. ഡ്യൂ ടു ദി exo pressure in the surface ABCD displaces a distance dz and occupies a new position A1, B1, C1, D1. Let us find the increase in area. അപ്പോൾ ABCD ആണ് ഫിലിം സർഫസ്. നമ്മൾ മുകളിലത്തെപ്പെടുത്തി കണ്ടതാണ്. അകത്ത് എക്സോ പ്രഷർ ഉണ്ട്. അതുമൂലം ഈ ഫിലിം പുറത്തേക്ക് തള്ളിയാൽ A1, B1, C1, D1ലേക്ക് പോവുകയാണ്. ആ ദൂരം DZ ദൂരമാണ് തള്ളുന്നത്. DZ എന്നോ പറയാം. DZ ദൂരമാണ് ഫിലിം തള്ളുന്നത്. അപ്പം പുതിയ ഏരിയ A1, B1, C1, D1ൻ്റെ ഏരിയ ആയിട്ട് മാറും. അപ്പോൾ ഇത് റെക്റ്റാങ്കിളായിട്ട് വിചാരിച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിച്ചാൽ നമ്മൾ. അപ്പോൾ ABCD സർഫസിൻ്റെ ഏരിയ AB ഇൻറ്റു BC ആണ്. A1, B1, C1, D1ൻ്റെ ഏരിയ A1, B1 ഇൻറ്റു B1, C1 അങ്ങനെ എടുത്താൽ മതി. ഒരു റെക്റ്റാങ്കുലർ ലിക്വിഡ് സർഫസ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഇവിടെ കർവ്ഡ് ആയിട്ട് കാണുന്നത് നമ്മൾ പിന്നെ ഒരു സ്പ്രിക്കിൾ ബൗളാണെങ്കിൽ കർവ്ഡ് ആയിരിക്കും. അത് വളരെ ചെറിയൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് റെക്റ്റാങ്കുലർ ആയിട്ട് വിചാരിക്കാവുന്നതാണ്. സോ ഇൻക്രീസ് ഇൻ ഏരിയ വി ക്യാൻ ഫൈൻഡ് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ദി സർഫസ്. That is delta A is equal to A1 minus A. A1 എന്ന് പറഞ്ഞാൽ A1, B1, C1, D1ൻ്റെ ഏരിയ. A എന്ന് പറഞ്ഞാൽ ABCDയുടെ ഏരിയ. ഇൻക്രീസ് ഇൻ ഏരിയ ഡെൽറ്റ A is A1 minus A, where A1 is the final area and A is the initial area of the surface. That is delta A is equal to A1 B1 into B1 C1 minus AB into BC. That is equation number 1. ഇനി നമ്മൾ ഈ A1 B1 ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. B1 C1 ഇൻ ദി ഫിഗർ ട്രയാങ്കിൾസ് O1A, O1A1 B1 ആൻഡ് O1AB ആർ സിമിലർ. നിങ്ങൾ ആ സിമിലർ ട്രയാങ്കിൾ പടത്തിൽ ഒന്നുകൂടി പോയി നോക്കുക. ആ പടത്തിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡ് നോക്കി 2 ട്രയാങ്കിൾ കാണാം. ഒരു ട്രയാങ്കിൾ O1AB, ആ ട്രയാങ്കിൾ നോക്കുക. അത് ജസ്റ്റ് മുകളിൽ ഡോട്ടഡ് ലൈൻ ഉൾപ്പെടെ. അടുത്ത ട്രയാങ്കിൾ O1AB1, O1AB ട്രയാങ്കിൾ ലെഫ്റ്റ് സൈഡിൽ ട്രയാങ്കിളുകളാണ്. ലെഫ്റ്റ് സൈഡിൽ O1AB, ലെഫ്റ്റ് സൈഡിൽ തന്നെ അല്പം കൂടി മുകളിലോട്ട് മാറിയുള്ള സൈഡ് കൂട്ടി O1A1B1. ഇവ 2 സിമിലറാണ്. സിമിലർ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് A1 B1 ബൈ AB is equal to O1A1 ബൈ O1A. അങ്ങനെ എഴുതാം. ഓരോ വാല്യൂയും കൊടുക്കുക. ദാറ്റ് ഈസ് A1 B1 ബൈ AB is equal to R1 plus DZ. O1A1 എന്ന് പറയുന്നത് R1 plus DZ വരും ബൈ R1. ദാറ്റ് ഈസ് A1 B1 ബൈ AB is equal to R1 ഡിവൈഡ് ചെയ്യുക 1 plus DZ by R1 cross multiply. Therefore A1 B1 is equal to AB into 1 plus DZ by R1. Similarly, you take the other set of triangles, that is triangles O2 C1 B1 and O2 B1 C1 and O2 BC. From these 2 triangles we get B1 C1 is BC into 1 plus DZ by R2. രണ്ട് സൈഡ് കിട്ടി. നമുക്ക് പുതിയ സർഫസിൻ്റെ ആ ഡോട്ടഡ് ലൈൻ കാണിക്കുന്ന സർഫസിൻ്റെ 2 സൈഡ് കിട്ടി.
എ ബി A1 B1 കിട്ടി, B1 C1 കിട്ടി. അപ്പോൾ അതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. therefore equation 1 becomes, എന്താണ് ഇക്വേഷൻ 1? ഇക്വേഷൻ 1 ഇൻക്രീസ് ഇൻ ഏരിയയാണ്. ഇത് കാണുന്നത് ഡെൽറ്റ എ ഈസ് A1B1 ഇൻറ്റു B1C1 മൈനസ് AB ഇൻറ്റു BC. A1B1 ഇൻറ്റു ഓട്ടം മറിച്ചായിരിക്കും, നോക്കിക്കൊള്ളണം. അത് B1C1 എന്ന് എഴുതിയാൽ മതി. A1B1 ഇൻറ്റു B1C1 മൈനസ് AB ഇൻറ്റു BC. അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഈസ് AB ഇൻറ്റു 1 പ്ലസ് DZ/R1. അത് A1B1 ആണ്, ഇൻറ്റു B1C1 BC ഇൻറ്റു 1 പ്ലസ് DZ/R2 മൈനസ് AB ഇൻറ്റു BC. AB ഇൻറ്റു BC നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ AB ഇൻറ്റു BC ഇൻറ്റു 1 പ്ലസ് DZ/R1 ഇൻറ്റു 1 പ്ലസ് DZ/R2 മൈനസ് AB ഇൻറ്റു BC. AB ഇൻറ്റു BC കോൺഫാക്ട് എടുക്കാം. എടുക്കുമ്പോൾ കിട്ടുന്നത് 1 പ്ലസ് DZ/R1 പ്ലസ് DZ/R2 പ്ലസ് DZ²/R1R2 മൈനസ് 1. ഈ DZ വളരെ നെഗ്ലിജിബിളാണ്. പുറത്തേക്ക് ഫിലിം തള്ളുന്നത് വളരെ നെഗ്ലിജിബിളായിട്ട് കരുതിയാൽ നമുക്ക് DZ² കളയാം. DZ സ്മോൾ ആണെങ്കിൽ DZ² സ്മോൾ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1ഉം -1ഉം കൂടി വെട്ടിപ്പോവും. ദാറ്റ് ഈസ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു AB ഇൻറ്റു BC DZ ഇൻറ്റു 1/R1 പ്ലസ് 1/R2. ദാറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ദി സർഫസ്. Therefore work done delta W is equal to increase in area into surface energy, delta A into E, where E is surface energy. Surface energy is equal to surface tension numerically. Therefore we can write here is delta W is delta A into T, since E is equal to T. That is delta W is equal to delta A, the value we put AB into BC into DZ into 1/R1 plus 1/R2 into T. That is equation number 2. That is the work we calculate in increasing the area. And this work we calculate in another way. You look. The work can be calculated in another way. But delta W is force into distance, F into dz. Delta W is equal to force is pressure area, P into A dz. Work done is equal to force into distance and F is equal to P into A. P into A into dz. That is delta W is equal to A, the initial area. P into AB into BC into dz. Equation number 3. Equate 2 and 3. B equate 2 and 3. That is AB into BC into DZ into 1/R1 plus 1/R2 into T is equal to P into AB into BC into DZ. AB, BC and DZ will cancel from either side. Therefore, P is equal to T into 1/R1 plus 1/R2. That's equation number 4. P is equal to T into 1/R1 plus 1/R2. This is the exercise pressure on the concave side of a liquid surface. P is T into 1/R1 plus 1/R2. And this equation has some special cases, 4 cases. Special cases discussion. ഈ ഇക്വേഷൻ 4 പ്രത്യേക കേസുകളുണ്ട്. ഡിസ്കഷൻ. One is spherical drop. Spherical drop നമ്മൾ എടുക്കുകയാണ്. For a spherical drop, R1 is equal to R2 is equal to R. Therefore, equation 4 becomes, മുകളിലത്തെ equation becomes P is equal to T into 1/R plus 1/R. R1 is R. That is P is equal to 2T/R. T into 2/R. That is P is 2T/R. This is the exercise pressure inside a spherical drop. P is 2T/R. Now number 2, spherical bubble. For a bubble, there are 2 free surfaces. ബബിളിന് 2 ഫ്രീ സർഫസ് ഉണ്ട്, ഇന്നർ സർഫസ്, ഔട്ടർ സർഫസ്. അപ്പോൾ 2 ഏരിയ വിചാരിക്കേണ്ടി വരും. Therefore, equation 4 becomes P is 2T into 2 ഏരിയ വിചാരിക്കുമ്പോൾ 2T വരും. P is 2T into 1/R plus 1/R2.
Again, R1 is equal to R2 is equal to R for a spherical bubble. So the above equation becomes P is 2t into 1 by R plus 1 by R, that is 2t into 2 by R, P is equal to 40 by R. That is second case. The meaning is exo pressure inside a spherical bubble is given by P is 40 by R. Now comes a cylindrical drop. For a cylindrical drop, R1 is equal to R, R2 is infinity. Cylindrical drop ആണ് എടുക്കുന്നത്. സിലിണ്ടറിൻ്റെ ഒരു കർവ്ഡ് ഫേസും താഴത്തെ ഫേസ് ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് ഫേസിൻ്റെ താഴെ മുകളിൽ ഫേസ് ഫ്ലാറ്റ് ആയിരിക്കും സിലിണ്ടറിൻ്റെ, സിലിണ്ടറിക്കൽ ഡ്രോപ്പിൻ്റെ. അപ്പോൾ R1 is R എന്നെടുക്കും, R2 നമ്മൾ ഇൻഫിനിറ്റി എടുക്കണം. ഒരു ഫ്ലാറ്റ് ഫേസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി ആണ്. Therefore, equation 4 becomes P is equal to 2t into 1 by R plus 1 by infinity. 1 by infinity is 0. That is t into 1 by R plus 0. That is t by R. The meaning is exopressure inside a cylindrical drop is t by R. Now comes cylindrical bubble. Bubble has two free surfaces. So the equation becomes P is 2t into 1 by R plus 1 by R2 becomes P is 2t into 1 by R plus 1 by infinity equal to 2t by R. The exopressure inside a cylindrical bubble is equal to 2t by R, which is same as exopressure inside a spherical drop. Exopressure inside a cylindrical bubble is equal to exopressure inside a spherical drop. And here is essay question based on this topic. Essay question, very important question. Calculate the difference of pressure. The meaning is exopressure. Calculate the difference of pressure across the curved liquid surface in terms of surface tension and the radii of curvature of the element. Hence find exopressure inside spherical drop, spherical bubble, cylindrical drop, cylindrical bubble. ഇപ്പോൾ കംപ്ലീറ്റ് എസ് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം സർഫസ് ടെൻഷൻ. I think it is the only essay type question from surface tension. That is all with your 51st lecture on mechanics and properties of matter. Thank you very much.